ആര്യൻ കിടക്കുന്ന അവിടെ പോയിട്ട് ആദ്യം നെവിൻ പോയി കിടക്കുന്നു. നെവിൻ പോയി കിടന്നപ്പോഴത്തേക്ക് ആര്യൻ അവിടെ വരുന്നു. ആര്യൻ നെവിനെ പറഞ്ഞയക്കുന്നു. അല്ലെങ്കിൽ ആര്യൻ പോയിട്ട് വേറൊരു കട്ടിലെ പോയി കിടക്കുന്നു. അപ്പൊ നെവിൻ മാറുന്നു. ആര്യൻ തിരിച്ചു വരുന്നു. ഓടിപ്പോയിട്ട് റെന അവിടെ പോയി കിടക്കുന്നു. അപ്പൊ ആര്യൻ അവിടെ സഹി കിട്ടും. കാരണം അവന് കിടക്കാൻ പറ്റില്ല, പാതിരാത്രിയാ. അവൻ നേരെ വന്നിട്ട് എന്ത് ചെയ്തു, റെനയുടെ നേരെ അപ്പുറത്തും ഇപ്പുറത്തും കൈ ഇങ്ങനെ കെട്ടിട്ട് കിടക്കാൻ വേണ്ടി പോയി. റെന ഓടിച്ചു അവിടെ പോയി ചാടി പോയിട്ട് ബിന്നിയെടുത്ത് പറയുന്നു. എന്നിട്ട് ബിന്നിയെടുത്ത് പോയിട്ട് ഊള ഗെയിം അവിടെ കളിക്കുകയാണ്. ആര്യൻ എന്റെ അടുത്ത് വന്നപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. എടി പെണ്ണെ, നിനക്ക് അറിയാൻ പാടില്ല ആരിന്റെ കട്ടിലാണെന്നുള്ളത്, ആരിന്റെ ബെഡാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? ഈ ബിഗ് ബോസ് കൊണ്ട് ചോദിക്കാനുള്ളത് ഇതേപോലുള്ള ഉടായ്പകളൊക്കെയാണോ നിങ്ങളത്? ഇങ്ങനെ ഈ ചന്ത ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് കയറ്റിവിടുന്നത്. അനുമോളുടെ ഇഷ്യൂ ഉണ്ടായി, അത് കഴിഞ്ഞ് ലക്ഷ്മി മസാല എന്ന് പറഞ്ഞാണ്ട് കൂതറകൾ വരുന്നു. കാരണം ഇപ്പൊ റെന വന്നിട്ട് രാത്രി ഒരുത്തന്നെ കട്ടിലേക്ക് കയറി അവള് കയറി കിടന്നിട്ട് അവൾ എന്തിനാ കയറി കിടക്കുന്നത് അങ്ങനെ? എന്നിട്ട് ആരും വന്ന് അവന് ഉറക്കം വരുമ്പോഴത്തേക്ക് അവൻ എന്താ ചെയ്യണ്ടേ? അവൻ അവളെ കയറി തൊട്ടുമില്ല പിടിച്ചുമില്ല. അവൻ അപ്പുറത്ത് ക്രോസ് ഇട്ട് കിടന്നപ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് ബിന്നെടുത്ത് പോയി കിടന്ന് കരയാണ്. ഇതാണോ നിങ്ങളുടെ ഗെയിം? നിർത്തി പോടാ എല്ലാം ഇങ്ങോട്ട്. അതാ പറഞ്ഞ നിർത്തി പോ ബിഗ് ബോസിന്. ഈ ബിഗ് ബോസ് നടക്കടല്ലേ? അടുത്ത ആഴ്ച ഇതൊന്നും ആരാട്ടം ചോദിക്കണോ? എന്ത് ഊളത്തിലാണ് നിങ്ങളെല്ലാം കൂടെ കാണിച്ചു വെക്കുന്നത് ഇതിനകത്ത്? ഒരു അല്പം ഒരു മിനിമം മര്യാദ വേണ്ടേ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക്? ഈ റെനയെ പോലുള്ള ആൾക്കാർ, റെനയെ പോയിട്ട് മറ്റേ മസാല ഗെയിമിനെ കുറിച്ചും അല്ല എന്റെ ബോയ് ഫ്രണ്ടിനെ പറ്റി മസാല മോശമായി